Hello dear children, welcome to Kids Area Online. Second term exam start ആകാറായി. എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലോ? നമുക്ക് മലയാളം പഠിച്ചാലോ? മലയാളത്തിൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാവോ? റെഡിയാണോ നിങ്ങൾ? യെസ്. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളിലാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. താല്പര്യമുള്ളവരുടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള ട്യൂഷനാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നത്. അതുപോലെ സ്പെഷ്യൽ ക്ലാസ്സസും നൽകുന്നുണ്ട്. വെക്കേഷനിൽ ഇംഗ്ലീഷ്, മലയാളം, റീഡിംഗ്, റൈറ്റിംഗ് സ്പെഷ്യൽ ക്ലാസ്സസ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, 2 ബാച്ച്. അത് കഴിഞ്ഞ് ഏപ്രിലാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് മാർച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നേരത്തെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് കൂട്ടുകാരനെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതുക. അല്ലെങ്കിൽ കൂട്ടുകാരിയെ, നിങ്ങളുടെ ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതുക. മനസ്സിലായോ? ഉത്സവത്തെക്കുറിച്ച് പഠിച്ചല്ലോ നമ്മൾ. ഒത്തിരി ഉത്സവങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഉത്സവത്തിന് കൂട്ടുകാരനെ ക്ഷണിച്ചുകൊണ്ടൊരു കത്തെഴുതുക. എങ്ങനെ നമുക്ക് എഴുതാം? കത്തെഴുതുമ്പോൾ ആദ്യം വേണ്ടത് എന്താ? സ്ഥലവും തീയതിയും. വലതുവശത്ത് എന്താ എഴുതാനുള്ളത്? സ്ഥലം എഴുതണം, തീയതി എഴുതണം. നിങ്ങളുടെ സ്ഥലം എവിടാണ്? അത് എഴുതുക. ടീച്ചർ ഇവിടെ പുഴയോരം എന്ന് എഴുതിയിട്ടുണ്ട്. തീയതി ഡിസംബർ 17 എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ സ്ഥലവും തീയതിയും വലതുവശത്തായിട്ട് എഴുതുക. അതിനുശേഷം ആർക്കാണോ കത്ത് എഴുതുന്നത് അന്ന് അങ്ങനെ എഴുതി തുടങ്ങാം. ടീച്ചറുടെ മനുവിന് എഴുതി തുടങ്ങുവാണ്. പ്രിയപ്പെട്ട മനുവിന്. എന്താ എഴുതുന്നേ? പ്രിയപ്പെട്ട മനുവിന്. നിങ്ങൾ ആർക്കാണോ എഴുതുന്നത് അവർക്കാണ് കേട്ടോ. പ്രിയപ്പെട്ട എങ്ങനെയാണ്? കണ്ടോ? ഇങ്ങനെയാണ് പ്രിയപ്പെട്ട. പ്രിയപ്പെട്ടയല്ല, പ്രിയപ്പെട്ട മനുവിന് എന്ത് ചെയ്യണം? ഒരു കോമ കൊടുക്കണം. ആർക്കാണോ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഒരു കോമ ഇവിടെ കൊടുക്കണം. പ്രിയപ്പെട്ട മനുവിന്. നിനക്ക് സുഖമാണോ? ആദ്യം ചോദിക്കണ്ടേ? സുഖവിശേഷം അറിയണ്ടേ? നിനക്ക് സുഖമാണോ ചോദിക്കുന്നതായതുകൊണ്ട് ചോദ്യചിഹ്നം. എനിക്കിവിടെ സുഖമാണ്. ഫുൾ സ്റ്റോപ്പ്. ഒരു സെന്റൻസ് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പോ ചോദ്യചിഹ്നം എന്താണ് അനുസരിച്ച് വരും. അപ്പോൾ ഇവിടെ സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യചിഹ്നം. നിനക്ക് സുഖമാണോ? എനിക്കിവിടെ സുഖമാണ്. നിന്റെ വീട്ടിൽ സ്റ്റാർ തൂക്കിയോ? നിന്റെ വീട്ടിൽ നക്ഷത്രം തൂക്കിയോ? സ്റ്റാർ തൂക്കിയോ? ഞങ്ങളുടെ വീട്ടിൽ സ്റ്റാർ തൂക്കി, ലൈറ്റ് ഇട്ടു, പുൽക്കൂടൊരുക്കി. ഞങ്ങളുടെ വീട്ടിൽ സ്റ്റാർ തൂക്കി അല്ലെങ്കിൽ നക്ഷത്രം തൂക്കി, ലൈറ്റ് ഇട്ടു, കളർ ലൈറ്റുകൾ ഇട്ടു എന്ന് എഴുതാട്ടോ. കളർ ലൈറ്റുകൾ ഇട്ടു, പുൽക്കൂടൊരുക്കി. കാണാൻ എന്ത് രസമാണെന്നോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഇവിടെ ക്രിസ്മസിനാണ് കൂട്ടുകാരനെ ക്ഷണിച്ചുകൊണ്ട് കത്ത് എഴുതുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ആകുമ്പോൾ വീടുകളിൽ നക്ഷത്രം തൂക്കും അല്ലേ. നിന്റെ വീട്ടിൽ സ്റ്റാർ തൂക്കിയോ? ഞങ്ങളുടെ വീട്ടിൽ സ്റ്റാർ തൂക്കി, കളർ ലൈറ്റ് ഇട്ടു, പുൽക്കൂടൊരുക്കി. അതുമാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ കരോൾ വരുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കാൻ നീ ഞങ്ങളുടെ വീട്ടിൽ വരുമോ? ഉറപ്പായിട്ട് നീ വരണം. ഞാൻ നിന്നെ കാത്തിരിക്കും. നമുക്ക് നല്ല കേക്കൊക്കെ കഴിക്കാം. അത് ക്രിസ്മസിന് ക്ഷണിക്കുകയാണ്. ഉറപ്പായിട്ടും നീ വരണം. ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ നീ വരുമോ? വരണം. ഉറപ്പായിട്ട് നീ വരണം. ഞാൻ നിന്നെ കാത്തിരിക്കും. നമുക്ക് നല്ല കേക്കൊക്കെ കഴിക്കാം. സ്നേഹത്തോടെ ഇവിടെ എന്ത് കൊടുത്തു? പേര് പീലി എന്ന് കൊടുത്തു. പീലി എഴുതുന്ന കത്തായിട്ടാണ്. പീലി കൂട്ടുകാരനെ ക്ഷണിച്ചെഴുതുന്ന കത്തായതുകൊണ്ട് പീലി എന്ന് കൊടുത്തു. സ്നേഹത്തോടെ പീലി. അതെവിടെ എഴുതേണ്ടത്? എഴുതി തീർന്നതിൻ്റെ വലതുവശത്ത്. കണ്ടോ? ഈ വലതുവശത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്നേഹത്തോടെ പീലി. മുകളിൽ വലതുവശത്ത് സ്ഥലവും തീയതിയും, താഴെ വലതുവശത്ത് സ്നേഹത്തോടെ പേര്. ഓക്കെ, മനസ്സിലായല്ലോ? മുകളിൽ വലതുവശത്ത് സ്ഥലവും തീയതിയും, താഴെ വലതുവശത്ത് സ്നേഹത്തോടെ പേര്. ഇനി ഇവിടെ എഴുതി തുടങ്ങുമ്പോൾ ആർക്കാണോ എഴുതുന്നത്? പ്രിയപ്പെട്ട മനുവിന് കോമ, പ്രിയപ്പെട്ട അനുവിന് കോമ, പ്രിയപ്പെട്ട അൻഷിതയ്ക്ക് കോമ. എന്താണെങ്കിലും എഴുതിയിട്ട് എന്ത് ചെയ്യണം? കോമ കൊടുക്കണം. എന്നിട്ട് ആദ്യം സുഖവിശേഷമാണ് അന്വേഷിക്കാൻ. നിനക്ക് സുഖമാണോ? വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ? അവിടെ എന്തുണ്ട് വിശേഷം? ഞങ്ങളുടെ വീട്ടിൽ ഇന്നതാണ് വിശേഷം
എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ എന്തിനാണോ ക്ഷണിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത് പറയാം. എന്നിട്ട് വരാനായിട്ട് പറയുക. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, നാട്ടിൽ നമുക്ക് അവിടെ പോകാം, ഉത്സവത്തിന് പോകാം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, ക്ഷണിക്കാം. ഇവിടെ കരോളിന് ക്ഷണിക്കുകയാണ്. കരോൾ വരുന്നുണ്ട്, അപ്പോൾ കരോളിന് വരാൻ വേണ്ടി, കാണാൻ വരാനായിട്ട്, കരോളിൻ്റെ അന്ന് വരാനായിട്ട് ഇവിടെ ക്ഷണിക്കുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ക്ഷണക്കത്ത് എഴുതുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എന്താണോ, ഏത് ഉത്സവമാണോ നിങ്ങൾക്ക് ക്ഷണിക്കാൻ ആഗ്രഹം, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരെ ക്ഷണിക്കുക. ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതാൻ ചോദിച്ചാൽ തെറ്റാതെ കത്തെഴുതണം. ഓക്കെ ചിൽഡ്രൻ, ഓക്കെ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 3rd ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് December 29 തിങ്കളിലാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള ട്യൂഷനാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നത്. അതുപോലെ സ്പെഷ്യൽ ക്ലാസ്സസും നൽകുന്നുണ്ട്. വെക്കേഷനിൽ ഇംഗ്ലീഷ്, മലയാളം, റീഡിംഗ്, റൈറ്റിംഗ് സ്പെഷ്യൽ ക്ലാസ്സസ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, 2 ബാച്ച്. അത് കഴിഞ്ഞ് ഏപ്രിലാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് മാർച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നേരത്തെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ.